പ്രാർത്ഥിക്കാം. താങ്ക് യു ജീസസ്. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. വി സേ ഗോഡ് ഈസ് ഗുഡ് ഇൻ ഓൾ ദ ടൈം. യു ആർ ഗുഡ്. ഞങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്ന സാഹചര്യവും കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ സറണ്ടർ ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ സമയം പറയപ്പെട്ട വിഷയത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് കുടുംബങ്ങൾ, സഭ ഒരുമിച്ച് വളരെ പ്രയാസത്തോടെ കടന്നു പോകുന്ന ദിവസങ്ങളാണല്ലോ ഇത്. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ദുഃഖവും പ്രയാസത്തിൻ്റെ മുകളിൽ ഞങ്ങളുടെ പ്രത്യാശ നിൽക്കുവാൻ ദൈവം സഹായിക്കണമേ. സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് നിറയ്ക്കണമേ. ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ അതിനോടനുബന്ധിച്ച് നടക്കേണ്ട ശുശ്രൂഷകളും എല്ലാ കാര്യങ്ങളും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ദൈവികമായ ഒരു പീസ്, സമാധാനം കൊണ്ട് എല്ലാവരെയും കർത്താവ് നിറയ്ക്കണമേ എന്ന് ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പകൽ ഞങ്ങൾ അല്പസമയം നിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവ് ഞങ്ങളോട് ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ സഭയെ അനുഗ്രഹിക്കണമേ. സഭ ഇത്രത്തോളം ദൈവം നടത്തിയല്ലോ. കഴിഞ്ഞ ഓൾമോസ്റ്റ് 25 years ഈ സഭ ഇവിടെ കർത്താവെ നിലനിൽക്കുവാൻ കർത്താവ് സഹായിച്ചല്ലോ. നിൻ്റെ മക്കളെല്ലാം ദൈവം ധാരാളമായി അനുഗ്രഹിക്കണമേ. ഇന്ന് പകൽ ഞങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടണമേ, സംസാരിക്കണമേ. മാനുഷികമായിരിക്കുന്ന ശബ്ദങ്ങൾ പലപ്പോഴും ഞങ്ങളെ തകർക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പകൽ വ്യക്തമായും ശക്തമായും ഞങ്ങളോട് ആഴങ്ങൾ ഇടപെടണമേ. വ്യക്തികളെ വിവേചിക്കുന്ന, കുടുംബങ്ങളെ വിവേചിക്കുന്ന, സംഭവങ്ങളെ വിവേചിക്കുന്ന, സഭയെ വിവേചിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പകലും ഞങ്ങളുടെ മധ്യത്തിൽ ഐശ്വര്യമായി പ്രവർത്തിക്കണമേ. അതിനായി ഞങ്ങളെ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈ സമയത്തിനായി ഞാൻ കർത്താവിന് ഒരിക്കൽ കൂടെ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുവാൻ, പ്രത്യേകിച്ച് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അവസരം കർത്താവ് തന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആദ്യമായിട്ടാണ് അമേരിക്കയിലെ ഷാരോൺ ചർച്ചസിൽ ഞാനൊരു സഭാരാധന കൂടുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു സർപ്രൈസിങ് ആയിട്ട് തോന്നിയേക്കാം. ഞാൻ എൻ്റെ ചർച്ച് വിട്ടങ്ങനെ പോകാറില്ലായിരുന്നു. പക്ഷേ കഴിഞ്ഞ ജൂലൈ മാസത്തിൽ കർത്താവ് എന്നെ പുതിയ ഒരു റോൾ ഏൽപ്പിച്ചു. അത് കഴിഞ്ഞപ്പം മുതൽ ഞാൻ ചർച്ചുകളൊക്കെ പോകണമെന്നുള്ള ഒരു തീരുമാനത്തോടെ ആയിരുന്നു. അങ്ങനെ സെക്കൻഡ് വീക്ക് ഓഫ് ജനുവരി ഡാളസിൽ നിന്ന് ആരംഭിക്കാവുന്ന എല്ലാ ക്രമീകരണങ്ങളും ചെയ്തപ്പോഴാണ് ഇവിടുത്തെ കർത്താവിൻ്റെ ദാസന്മാർ എന്നെ ഇങ്ങോട്ട് വരാൻ ആവശ്യപ്പെട്ടതും അങ്ങനെ ഈ ദിവസങ്ങൾ ഇവിടെ വരുവാനും ഒക്കെ കർത്താവ് സഹായിച്ചു. അതുകൊണ്ട് കർത്താവിന്, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് എൻ്റെ ആദ്യമായിട്ടുള്ള വിസിറ്റ് ഒക്ലഹോമ ചർച്ചിലാണ്. അതിനായി ഞാൻ ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഐ തിങ്ക് ഞാൻ 5 ദിവസം, ഇന്നലെ ആരോ എന്നോട് പറഞ്ഞു എന്താ പെട്ടെന്ന് വന്നിട്ട് പോകുന്നതെന്ന്. ഞാൻ പറഞ്ഞു 5 ദിവസം ഇതുവരെ ഒരിടത്തും കൊടുത്തിട്ടില്ലെന്ന്. 5 days I was here from Wednesday. ഞാൻ വരാൻ കാരണം, എന്നെ ലിജോ പാസ്റ്റർ ഒരു ടെക്സ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ ഞങ്ങളുടെ ഫാസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ആ പ്രയറിനിരുന്നപ്പോൾ ഞാൻ ഓർത്ത് ഞാൻ പോകുന്നില്ല എന്നൊരു മനസ്സിലൊരു ചിന്ത ഇങ്ങനെ വന്നു. പക്ഷേ അന്ന് രാത്രിയിൽ അവിടെ വചന ശുശ്രൂഷയിൽ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോടൊരു കാര്യം എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചു. അന്ന് രാത്രിയിലും പിറ്റേ ദിവസം പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ അകത്തൊരു നിയോഗം തന്നത്, പ്രസംഗത്തെക്കാൾ കൂടുതൽ ആ സഭയിൽ പോയിരുന്ന് നീ അല്പസമയം പ്രാർത്ഥിക്കണം. അപ്പോൾ എൻ്റെ പ്രസംഗം എത്ര ശരിയായി എന്നൊന്നും എനിക്ക് അതിന് വിഷയമല്ല. പക്ഷേ കഴിഞ്ഞ 5 ദിവസം സാധാരണക്കാൾ ഉപരിയായി ഇവിടെ വന്ന ഈ സഭയ്ക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാൻ കർത്താവ് എൻ്റെ ലൈഫിലൊരു പ്രിവിലേജ് തന്നു. അതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അത് വലിയ കാര്യങ്ങൾ ചെയ്യുമെന്നുള്ള ഉറപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ ദൈവത്തിൽ സന്നിധിയിൽ സന്തോഷിക്കുന്നു. എനിക്കറിയാം നമ്മൾ ഒരു വളരെ പ്രയാസകരമായ ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസമുണ്ട്, അതെല്ലാം നമുക്കറിയാമെങ്കിലും ഞാൻ ദൈവം എന്നെ ഏൽപ്പിച്ച ഒരു ദൂത്, ഒരു ആലോചന നിങ്ങളെ കൈമാറിയിട്ട് ഇന്ന് പകൽ എനിക്കിനിയും 4.5 മണിക്കൂർ യാത്ര ചെയ്തിട്ട് എനിക്ക് 9 മണിക്ക് തന്നെ ഞങ്ങളുടെ വാച്ച് നൈറ്റ് സർവീസിൽ ചെല്ലേണ്ടതാണ്. കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ഒരിക്കൽ കൂടെ ഈ എന്നെ ക്ഷണിച്ച ദൈവദാസന്മാർ 2 പേരോടും, മാത്യു വർഗീസ് പാസ്റ്റർ, ലിജോ പാസ്റ്റർ 2 പേർക്കും നന്ദി പറയുന്നു. പലപ്പോഴും നമ്മൾ പലയിടങ്ങളിലും പോകുമ്പോൾ ഒരു ഫ്രീഡം മിനിസ്ട്രി ചെയ്യാൻ ലഭിക്കാറില്ല. എന്ന് പറഞ്ഞാൽ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പക്ഷേ അവർ 2 പേരുടെയും പെരുമാറ്റവും അവർ എനിക്ക് തന്ന ഫ്രീഡത്തിനായി ഐ താങ്ക് യു, ബിക്കോസ് ഐ വാസ് ഏബിൾ ടു മിനിസ്റ്റർ വെരി ഫ്രീലി ഹിയർ. ഐ അപ്രീഷിയേറ്റ് ദാറ്റ്. അപ്പോൾ തന്നെ സഭയിലുള്ള പല പ്രിയപ്പെട്ടവരും വളരെ ബഹുമാനത്തോടെ, വളരെ കാര്യമായിട്ട് നിങ്ങൾ എന്നോട് സംസാരിക്കുകയും പെരുമാറുകയും ഒക്കെ ചെയ്തു. താങ്ക് യു ഫോർ എവറിത്തിങ്. പ്രത്യേകിച്ച് ഞാൻ ട്യൂസ്ഡേ നൈറ്റിൽ വന്ന സമയം മുതൽ
ഇനി ഒരു ചില മണിക്കൂറുകൾ കൂടെ എനിക്കൊരു 5 സ്റ്റാർ അല്ല 7 സ്റ്റാർ അക്കോമഡേഷനും എല്ലാം തന്ന കുഞ്ഞുവൻചാനും ആൻറ്റി ബെൻ അവരുടെ ഫാമിലിക്കായി ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യാൻ സ്തുതിക്കുന്നു. നിങ്ങൾക്ക് വേറെ ഒന്നുമില്ലെങ്കിൽ അത് ഒന്നും കൂടെ ഓഫർ ചെയ്യാമെങ്കിൽ ഞാൻ ഒന്നും കൂടെ വരാം. പ്രൈസ് ഗോഡ്. എന്നെ ഇനിയും വിളിച്ചിട്ട് പറയുക പാസ്റ്റർ വരണം, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയാണെന്ന് പറയാമെങ്കിൽ ചിലപ്പോൾ ഞാൻ വന്നെന്നിരിക്കും. പ്രൈസ് ഗോഡ്. എനിവേ, കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ആ കുടുംബത്തിനായി സ്തോത്രം. വർഷങ്ങളായിട്ട് അവർ വിശ്വസ്തയോടെ ദേശത്ത് നിൽക്കുന്നല്ലോ. നിങ്ങളിൽ പല പ്രിയപ്പെട്ടവരും അങ്ങനെ നിൽക്കുന്നല്ലോ. നിങ്ങളെല്ലാവരും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ചില വാചകങ്ങൾ, ചില വാക്കുകൾ SFCNയോടനുബന്ധിച്ച് പറയട്ടെ. നമ്മുടെ SFCNയുടെ ഈ വർഷത്തെ എക്സിക്യൂട്ടീവ് ബോർഡിൽ ഈ സഭയിൽ നിന്ന് 2 പേരും കൂടെ ഉണ്ടെന്നാണ് എൻ്റെ 2 more people. നമ്മുടെ മാത്തുക്കുട്ടിച്ചായന് ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് നമ്മുടെ ടീമിലുണ്ട്. അപ്പോൾ തന്നെ തേജസ് പാസ്റ്റർ സൺഡേ സ്കൂളിൻ്റെ ഡയറക്ടറായിട്ടുണ്ട്. ഞങ്ങളൊരു നല്ലൊരു ടീമിനെ ദൈവം ഈ വർഷം തന്നു. അതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആൻഡ് വി ആർ സെറ്റ് ടു മൂവ് ഫോർവേഡ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു കോൺഫറൻസ് കഴിഞ്ഞു. ഒരു 1-2 കാര്യം അതിനെപ്പറ്റി പറയട്ടെ. നിങ്ങൾ ചിന്തിക്കും കോൺഫറൻസ് എല്ലാം കഴിഞ്ഞ് പോയല്ലോ. ഞങ്ങളുടെ ചർച്ചയിൽ നിന്ന് വന്ന ഒരു യങ് ആയിട്ടുള്ളൊരു മോന്, അവന് സ്നാനപ്പെടണമെന്നൊക്കെ ആഗ്രഹം ഇങ്ങനെ പ്രകടിപ്പിച്ചെങ്കിലും ഈ കോൺഫറൻസിൽ നടന്ന ഒരു മീറ്റിങ്ങിലാണ് അവൻ സ്നാനപ്പെടാൻ തീരുമാനമെടുത്തത്. അത് അവൻ കഴിഞ്ഞ ദിവസം സ്നാനപ്പെട്ടു. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്താണ് ദൈവത്തിൻ്റെ പ്രവൃത്തി. അതുപോലെ വേറെ 1-2 കാര്യങ്ങളുണ്ട്. സമയത്തിൻ്റെ കുറവുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. നമ്മുടെ SFCN ലെവലിൽ നമ്മൾ റീജൻസ് ക്രിയേറ്റ് ചെയ്തു. ആൻഡ് വി ഹാവ് 3 ആക്റ്റീവ് റീജൻസ് നൗ: മിഡ് വെസ്റ്റ് റീജിയൻ, സൗത്ത് റീജിയൻ ആൻഡ് നോർത്ത് ഈസ്റ്റ് റീജിയൻ. ഫസ്റ്റ് റീജിയൻ കൺവെൻഷൻ, മിഡ് വെസ്റ്റിൻ്റെ കൺവെൻഷൻ ഒക്ടോബറിൽ നടന്നു. കർത്താവിൻ്റെ ദാസനായിരുന്നല്ലോ അന്ന് അവിടെ വചനം സംസാരിക്കാൻ കടന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് രാവിലെ ഞാനൊരു ഇമെയിൽ കണ്ടു. സെക്കൻഡ് മിഡ് വെസ്റ്റ് റീജിയൻ്റെ കൺവെൻഷൻ ഇപ്പം ഈ ഫസ്റ്റ് ക്വാർട്ടറിൽ തന്നെ അല്ലെങ്കിൽ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ വരുന്നതായിട്ട് ഇന്ന് രാവിലെ എനിക്ക് ഇൻഫർമേഷൻ കിട്ടി. സൗത്ത് റീജിയനിലെ കൺവെൻഷൻ ഏപ്രിൽ, നോർത്ത് ഈസ്റ്റ് റീജിയനിലെ കൺവെൻഷൻ വരുന്നുണ്ട്. അങ്ങനെ കർത്താവ് പുതിയ ചർച്ചകൾ ആരംഭിക്കാനുള്ള സാധ്യതകൾ പലയിടങ്ങളിലും വരുന്നുണ്ട്. ഇന്നലെയും എന്നെ ഒരാൾ കോൺടാക്റ്റ് ചെയ്തു, ഒരിടത്തൊരു പുതിയൊരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന വിഷയത്തെപ്പറ്റി. അപ്പോൾ തന്നെ കാനഡയിലെ എല്ലാ മാസവും 3rd മൺഡേയിൽ നമ്മളിപ്പോൾ ഓൺലൈൻ മീറ്റിംഗ് നടക്കുന്നു. 2024 കർത്താവ് സഹായിക്കുന്നെങ്കിൽ ഒരു ഇൻപേഴ്സൺ മീറ്റിങ്ങും. അപ്പോൾ തന്നെ അവിടെ ചില ചർച്ചകൾ ആരംഭിക്കാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് മുന്നേറുന്നു. ഇതൊക്കെ ഞാൻ പറയുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ തന്നെ എല്ലാ തേഴ്സ്ഡേ മോർണിംഗിലും SFCNയുടെ ഒരു പ്രെയർ ലൈൻ 5:30 to 6 നടക്കുന്നു. ആ സമയം നമ്മുടെ സഭകളെയും പ്രവർത്തനങ്ങളെയും ഒക്കെ ഓർത്ത് ചില പ്രിയപ്പെട്ടവർ കൂടി വന്ന് പ്രാർത്ഥിക്കുന്നു. ആർക്കെങ്കിലും സമയവും സാഹചര്യവും വല്ലപ്പോഴും ഒക്കെ കിട്ടുമെങ്കിൽ അതിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. അത് പാസ്റ്റേഴ്സിൻ്റെ പ്രെയർ ലൈൻ അല്ല, SFCNയുടെ പ്രെയർ ലൈനാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ പാസ്റ്ററെയോ അല്ലെങ്കിൽ ആരെങ്കിലും കോൺടാക്റ്റ് ചെയ്താൽ വി ക്യാൻ ഗീവ് ദ ഡീറ്റെയിൽസ്. നമ്മുടെ പൊതുവിൽ സഭകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഒക്കെയുള്ളൊരു സമയമാണത്. അതുകൂടാതെ കർത്താവിൻ്റെ വരവ് താമസമെങ്കിൽ 2024 ഫോറിൻ മിഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഫോറിൻ മിഷൻ ആരംഭിക്കണമെന്നുള്ള താല്പര്യത്തോടു കൂടെ ഇത് പ്രവർത്തനമില്ലാത്ത ചില മറ്റു രാജ്യങ്ങളിലേക്ക് SFCNയുടെ അണ്ടറിൽ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടി മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളും ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ തന്നെ ഒരു സ്കോളർഷിപ്പ് പ്രോഗ്രാം അതിൻ്റെയും കാര്യങ്ങൾ ഇനിഷ്യേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഞാനിതെല്ലാം പറഞ്ഞതിൻ്റെ പക്ഷേ വേറെ പല കാര്യങ്ങളുണ്ട്. ഒരു പാസീവ് മോഡിലല്ല, ആക്റ്റീവായിട്ട് ഇനി നമുക്ക് ഉള്ള സമയം കർത്താവിൻ്റെ വേല ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യണമെന്നുള്ളൊരു താല്പര്യത്തോടെയാണ് മുന്നേറുന്നത്. അതിന് ഒക്ലഹോമ ചർച്ച് ഹാസ് എ കീ റോൾ ടു പ്ലേ. കാരണം നിങ്ങൾ SFCNയുടെ ലെവലിൽ ചിന്തിക്കുകയാണെങ്കിൽ ഈ സഭ ഞങ്ങൾക്കൊരു അഭിമാനമാണ്. കാരണം നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു നല്ലൊരു കോൺഫറൻസ് ഒക്കെ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ അതിന് പറ്റിയ ഒരു ചർച്ച് നിങ്ങളുടെ ചർച്ചാണ്. അതുകൊണ്ട് യു ആർ വെരി ക്രിട്ടിക്കൽ ടു ദ ഷാരോൺ ഫാമിലി ഇൻ US. അത് നിങ്ങളൊട്ടും കുറഞ്ഞ് ചിന്തിക്കരുത്. യു ഹാവ് എ വെരി കീ റോൾ ടു പ്ലേ ആൻഡ് ലോട്ട് ഓഫ് പീപ്പിൾ ആർ എക്സ്പെക്ടിങ് ആൻഡ് വാച്ചിങ് ആൻഡ് യു ഹാവ് എ ബിഗ് വിസിബിലിറ്റി. നിങ്ങൾക്ക് അതുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നു, യു ഹാവ് അവർ പ്രേയേഴ്സ് ആൻഡ് സപ്പോർട്ട് ഇൻ ഓൾ മാറ്റേഴ്സ്. പക്ഷേ ഐ എം സെയിങ് ഓൾ ദിസ്. ഇതെല്ലാം ഞാൻ പറഞ്ഞതിൻ്റെ റീസൺ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഒരുമിച്ച് നിൽക്കാം, നമുക്ക് ഒരുമിച്ച് പണിയാം. ദൈവത്തിൻ്റെ കരം നമ്മളോട് കൂടെ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇനി പെട്ടെന്ന് ഒരു വാക്യപത്രത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം. ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 6 verses 7. So the word of God spread. The disciples in Jerusalem increased greatly in number, and a large group of priests became obedient to the faith. ദൈവവചനം പറന്നു. യെരുശലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി. പുരോഹിതന്മാരിലും വലിയ കൂട്ടം വിശ്വാസത്തിന് അധീനരായി തീർന്നു. ജൂലൈ മാസത്തിൽ ഞാൻ ഇവിടെ വന്നപ്പോൾ, കോൺഫറൻസിന് വന്നപ്പോൾ,
നമ്മുടെ മീറ്റിങ്ങിന്, നമ്മുടെ ജനറൽ ബോഡി മീറ്റിങ്ങിൽ ഞാൻ ബാക്കിലെങ്ങാണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് നടന്ന ഒരു സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, അതിൻ്റെ ഒന്നും വിവരണം ഞാൻ പറയുന്നില്ല. അത് എന്നെ അങ്ങ് ഭയങ്കരമായിട്ട് എന്താ പറയുന്നത്, എന്നെ ഭയങ്കരമായിട്ട് അങ്ങ് കുലുക്കിയ ഒരു സംഭവം നടന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ വേറെ ഒന്നുമല്ല, ഞാൻ ചിന്തിച്ചതോ എൻ്റെ റഡാറിൽ പോലും ഇല്ലാത്ത ഒരു കാര്യമായിരുന്നു ഇങ്ങനെ ഒരു ലീഡർഷിപ്പ് റോളിൽ വരുന്നത്. ബിക്കോസ് ഐ ഹാവ് ലോട്ട് ഓഫ് അതർ തിങ്സ്, ഐ ഹാവ് ലോട്ട് ഓഫ് അതർ പ്രോജക്ട്സ് വിച്ച് ഗോഡ് ഈസ് എനേബിളിങ് മീ ടു ഡു. അതുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യത്തെപ്പറ്റി ഞാൻ ചിന്തിക്കുകയോ അങ്ങനെയൊന്നും. അപ്പോൾ ഞാൻ ബാക്കിലിരിക്കുകയായിരുന്നു. അപ്പോൾ എല്ലാം കൂടി ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ ഒരു റോളിൽ വന്നപ്പോൾ അന്ന് രാത്രിയിൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയില്ല. കാരണം ഞാൻ വളരെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. കാരണം എനിക്ക് ഒരു കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന നാൾ മുതൽ എനിക്ക് ഒരു നിർബന്ധമുണ്ട്, ദൈവം എന്തെങ്കിലും ഏൽപ്പിച്ചാൽ അത് നന്നായിട്ട് ചെയ്യണം, അതിനകത്ത് ഉഴപ്പ് കാണിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ദൈവം ഏൽപ്പിച്ച കാര്യങ്ങൾ കുറേ ടൈറ്റിലോ റോളോ പിടിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, കർത്താവേ എനിക്കിത് ചെയ്യാനുള്ള കഴിവില്ല, എന്ത് ചെയ്യണം? അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് ശക്തമായി ഇടപെട്ട ഒരു വേദഭാഗമാണ് ഞാനിത് വായിച്ചത്. ഇനിയും മിക്കവാറും SFCയുടെ ചർച്ചസിലൊക്കെ പോയാൽ ഈ വചനം തന്നെ ആയിരിക്കും ഞാൻ വായിക്കുന്നത്. കാരണം ലീഡർഷിപ്പിൽ വന്നപ്പോൾ എനിക്ക് ദൈവം തന്ന ഒരു ദർശനമാണ്. ആ ദർശനമാണ് ഇന്ന് പകൽ ഞാൻ ചുരുക്കിയ സമയത്തുള്ള നിങ്ങളോട് കൈമാറാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഒരു നിയോഗമാണ് എനിക്കിന്ന് കിട്ടിയിരിക്കുന്നത്. ഇവിടെ ഈ വാക്യത്തിൽ ഇങ്ങനെയാണല്ലോ വായിച്ചത്, ദൈവത്തിൻ്റെ വചനം യെരുശലേമിലും എല്ലായിടത്തും ദൈവത്തിൻ്റെ വചനം പറന്നു. ദ വേർഡ് ഓഫ് ഗാഡ് സ്പ്രെഡ്. ആൻഡ് അവിടെ ഡിസൈപ്പിൾസ്, ശിഷ്യന്മാരുടെ എണ്ണം പെരുകി. ആൻഡ് അവിടെ പുരോഹിതന്മാർ വരെ കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വന്നു. ഇന്ന് പകൽ ഒരു ചുരുക്കിയ സമയത്തിനുള്ളിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു നിയോഗം എന്താണെന്ന് ചോദിച്ചാൽ, ദി ഇൻസ്പിറേഷൻ ഐ ഹാവ് ഈസ് സബ്മിഷൻ വിച്ച് ടേൺസ് ക്രൈസിസ് ടു എക്സ്പാൻഷൻ. അതായത് പ്രതിസന്ധിയെ ഒരു വലിയ വിപുലീകരണത്തിലേക്ക് നയിക്കുന്ന അല്ലെങ്കിൽ മാറ്റുന്ന ഒരു സമർപ്പണം. നമ്മുടെയൊക്കെ ലൈഫിൽ ക്രൈസിസ് വരാറുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഒരുപക്ഷെ ചിന്തിച്ചാൽ ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന ഒരു ചെറിയൊരു ഇന്നലെ ഉണ്ടായ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായതൊരു ക്രൈസിസാണ്. നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മൾ ക്രൈസിസ് ഫേസ് ചെയ്യുന്നവരാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്രൈസിസാണ് നമ്മൾ പലപ്പോഴും ഫേസ് ചെയ്യുന്നത്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, നമ്മൾ ഫേസ് ചെയ്യുന്ന ക്രൈസിസിൻ്റെ മധ്യത്തിൽ നമ്മൾ അതിനെ എങ്ങനെ ഫേസ് ചെയ്യുന്നു എന്നുള്ളത് ഡിസൈഡ് ചെയ്യും എങ്ങനെയായിരിക്കും അതിൻ്റെ ഔട്ട്പുട്ടെന്ന്. ഒന്നെങ്കിൽ നമ്മുടെ ക്രൈസിസ് നമ്മളെ തകർച്ചയിലേക്ക് നയിക്കപ്പെടാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ആ ക്രൈസിസിൽ കൂടെ വലിയ ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി വഴി ഒരുക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ സമർപ്പണം. നമ്മൾ എങ്ങനെ ആ വിഷയത്തെ അഭിമുഖീകരിക്കും എന്നുള്ളൊരു വിഷയമാണ്. ഈ അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായത്തിൽ വരുമ്പോൾ അവിടെ ദൈവസഭ ഒരു ക്രൈസിസ് ഫേസ് ചെയ്യുകയാണ്, ഒരു ചലഞ്ച് ഫേസ് ചെയ്യുകയാണ്, ഒരു പ്രതിസന്ധി ഫേസ് ചെയ്യുകയാണ്. പക്ഷേ അത് ദൈവസഭയെ അഭിമുഖീകരിച്ച് 1-ാം നൂറ്റാണ്ടിലെ അല്ലെങ്കിൽ യെരുശലേമിലെ സഭ അഭിമുഖീകരിച്ച ആദ്യത്തെ ക്രൈസിസ് അല്ലായിരുന്നു. അവർ ഫേസ് ചെയ്ത ഫസ്റ്റ് ക്രൈസിസ് എന്ന് പറയുന്നത് പെർസിക്യൂഷൻ ആയിരുന്നു. കാരണം പുറത്തുനിന്ന് അവർക്ക് വളരെ സുവിശേഷം പറയരുത്, യേശുവിൻ്റെ നാമത്തിൽ ഇനി നിങ്ങൾ മേലാൽ പ്രസംഗിക്കരുതെന്നും പറഞ്ഞ് ഒരു വലിയ താക്കീത് ലഭിക്കുന്നു. അല്ലെങ്കിൽ അവരോട് ഇനി മേലാൽ സംസാരിക്കല്ലെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു ക്രൈസിസ് ഉണ്ടായി. ആ ക്രൈസിസിനെ അവർ പ്രാർത്ഥനയാലും ആ ക്രൈസിസിനെ അവർ അതിജീവിച്ചു. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും നോർത്ത് ഇന്ത്യയിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഈ പ്രതികൂലങ്ങളുണ്ട്, പ്രതികൂല സാഹചര്യങ്ങളിൽ കൂടെ. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ അവിടെയാണ് കർത്താവിനെ വലിയ ആത്മാർത്ഥതയിലും വലിയ സന്തോഷത്തിലും ഒക്കെ ജനം ആരാധിച്ച് മുമ്പോട്ട് പോകുന്നത്. റീസെൻ്റ്ലി ഞാൻ ഒരു എക്സാമ്പിൾ കേട്ടത്, എക്സാമ്പിൾ അല്ല, ഇൻസിഡൻറ്റ് നടക്കുന്ന സംഭവമാണ്. ഉത്തർപ്രദേശിലാണെങ്കിൽ ആരാധനയ്ക്ക് ചെല്ലണമെങ്കിൽ തലേദിവസം പാസ്റ്ററെ വിളിച്ച് പറയണം, പാസ്റ്ററെ എനിക്ക് നാളെ മീറ്റിങ്ങിന് വരണം. അപ്പോൾ പാസ്റ്റർ ഒരു പാസ്കോഡ് പറയും, ഒരു നമ്പർ പറയും. ആ പാസ്വേഡും കൊണ്ടാണ് ഈ ആൾക്കാർ, അവിടുത്തെ ലോക്കൽ ആൾക്കാർ ആ ചർച്ച് നടക്കുന്ന കോമ്പൗണ്ടിൻ്റെ വെളി വരും. അവിടെ അവരോട് പാസ്കോഡ് ചോദിക്കും. അവിടെ സെക്യൂരിറ്റി ആയിട്ട് ആൾക്കാർ നിൽപ്പുണ്ട്. ആ പാസ്കോഡ് കറക്റ്റ് ആണെങ്കിൽ മാത്രമേ ചർച്ചിലേക്ക് അവരെ പോകാൻ സമ്മതിക്കത്തുള്ളൂ. അവിടെയൊക്കെ കടന്നു വന്ന് ദൈവജനം വളരെ ശക്തമായിട്ട് ദൈവത്തെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സ്തുതിക്കുക, ആരാധിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഔട്ട്സൈഡ് പെർസിക്യൂഷൻ ബുദ്ധിമുട്ടാണെങ്കിലും അതിൻ്റെ മധ്യത്തിലും ദൈവത്തിൻ്റെ സഭ എന്ത് ചെയ്യുകയാണ്, വളരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതിൽ അണ്ടർഗ്രൗണ്ട് ചർച്ചസ് ഒക്കെ ഇറ്റ്സ് ഓൾ ഗ്രോയിങ്. പിന്നെ അവിടെ ഫേസ് ചെയ്ത വേറൊരു ക്രൈസിസ് ആയിരുന്നു. അതൊരു വളരെ ഐസൊലേറ്റഡ് ആയിരുന്നെങ്കിലും ഞാൻ എല്ലാ ക്രൈസിസിലോട്ടും പോകുന്നില്ല. അവർ ഫേസ് ചെയ്തൊരു ക്രൈസിസ് നമ്മൾ 5-ാം അധ്യായത്തിൽ വരുമ്പോൾ അനന്യാസ് സഫീറയുടെ ഒക്കെ വിഷയം വരുമ്പോൾ അവിടെ ഒരു ഡിസപ്ഷൻ അല്ലെങ്കിൽ ഒരു വഞ്ചന അല്ലെങ്കിൽ വ്യാജം പറയുന്ന ഒരു അനുഭവം നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെതായ ഇതുണ്ടായി.
പക്ഷേ 5-ാം അധ്യായത്തിൻ്റെ ലാസ്റ്റ് ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ കാണുന്നത് every day in the temple and in various homes they continue teaching and proclaiming the good news that Jesus is Messiah and the disciples number was increasing. 6:1 പറയുന്നു, ശിഷ്യന്മാരുടെ എണ്ണം അന്ന് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? വർദ്ധിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ദൈവം ഒരിക്കലും നമ്മുടെ തകർച്ചയിലോ അല്ലെങ്കിൽ നമ്മുടെ നാശത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമല്ല. ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അവൻ നമ്മളെ വളർത്തുന്ന ദൈവമാണ്. പക്ഷേ വിശ്വസ്തയോടെ നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുക തന്നെ ചെയ്യും. അത് കുടുംബമായെങ്കിലും വ്യക്തിപരമായെങ്കിലും സഭയാണെങ്കിലും ദൈവം അത് ചെയ്യുന്ന ദൈവമാണ്. ഇന്ന് പകൽ നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഈ ഒരു ക്രൈസിസ് ഇവിടെ വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ സഭയിൽ ഒരു ക്രൈസിസ് വരികയാണ്. ഏത് സഭയിലാണ്? ജെറുസലേമിലെ ചർച്ചിൽ. As the number of people grew, they were encountering a crisis. ആ ക്രൈസിസ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്കെല്ലാവർക്കും അറിയാം. അതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് ഞാൻ പോകുന്നില്ല. സം പീപ്പിൾ വർ കംപ്ലൈനിങ്, അവർ കംപ്ലൈൻ ചെയ്തു, അതായത് കുറച്ച് പേർ ഇഗ്നോർ ആകുന്നു എന്നുള്ള ഒരു ക്രൈസിസ്. പക്ഷേ എൻ്റെ ഫോക്കസും ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഹൃദയത്തിൽ ഹേമിപ്പിച്ച വിഷയം ഇതാണ്: ആ സഭ, അവിടുത്തെ ആൾക്കാർ എങ്ങനെയാണ് അതിനെ ഫേസ് ചെയ്തതെന്നാണ്. കാരണം ഞാൻ പറഞ്ഞ പോലെ ക്രൈസിസ് ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി. വി ഷുഡ് ഓൾവേസ് സീ ദാറ്റ് ആസ് എ ക്രൈസിസ്. ഒപ്പോസിഷൻ, നമ്മൾ പ്രതികൂലങ്ങൾ വരുമ്പോൾ നമ്മളതിൽ മനസ്സിടിഞ്ഞ് തകരാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ ആത്മീയ കണ്ണുകളാൽ അതിനെ ഒരു അവസരമായിട്ട് കാണണം ദൈവത്തിൻ്റെ ഒരു പുതിയ പ്രവൃത്തിക്ക് വേണ്ടി. ഈ 2023 ലാസ്റ്റ് ഡേയിലാണല്ലോ നാം കടന്നു വന്നിരിക്കുന്നത്. വളരെ പ്രതീക്ഷയോടെ 2024 പ്രവേശിക്കുന്ന ദൈവസഭയോട് ഇന്ന് പകൽ ഞാൻ പറയുന്നു, കഴിഞ്ഞ നാളുകളിലെ വിഷയങ്ങളോ അല്ലെങ്കിൽ നമ്മുടേതായ ജീവിതത്തിലുണ്ടായ പ്രതിസന്ധികൾക്കപ്പുറത്ത് there is a time to move on. ഒരു സമയം നമ്മുടെ ജീവിതത്തിൽ വരും, നമ്മൾ മൂവ് ഓൺ ചെയ്യാം. ദൈവം തന്നെ പലരോട് ദൈവത്തിൽ ആവശ്യപ്പെട്ടുള്ള കാര്യമാണ് മൂവ് ഓൺ, ബിക്കോസ് ഇറ്റ്സ് ടൈം ടു മൂവ് ഓൺ. മോശയുടെ കാലഘട്ടം കഴിഞ്ഞപ്പോൾ യോശുവയുടെ കാലം വന്നപ്പോൾ യോശുവ വളരെ വിഷമിച്ചിരിക്കുമ്പോൾ കർത്താവ് യോശുവ പറഞ്ഞു, മൈ സെർവന്റ് മോസസ് ഈസ് ഗോൺ, നൗ യു ഹാവ് ടു lead this people into the land of Canaan. കനാനിലേക്ക് ഈ ജനത്തെ നയിക്കണം. ശൗൽ അവിശ്വസ്തനായ നിമിത്തം ശമൂവേൽ ദുഃഖിച്ചിരിക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, ദൈവം വന്ന് ശൗലോട്, നീ എത്ര നാൾ ദുഃഖിച്ചിരിക്കും? ഇറ്റ്സ് ടൈം ടു മൂവ് ഓൺ. നീ അഭിഷേക തൈലത്തിൻ്റെ കൊമ്പും എടുത്തുകൊണ്ട് നീ ബേത്ലഹേമിലേക്ക് കടന്നു പോകേണ്ടത് ആവശ്യമുണ്ട്. അവിടെ ഈശോയുടെ ഭവനത്തിൽ ഒരുവനെ ഞാൻ ഇസ്രായേലിലെ രാജാവായിട്ട് കണ്ടിരിക്കുന്നു. പക്ഷേ നമ്മുടെ പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് പലപ്പോഴും മൂവ് ഓൺ ചെയ്യാൻ പറ്റത്തില്ല. പലപ്പോഴും we are dwelling on the past. This morning if you're dwelling on the past, the Lord is asking you, it's time to move on, because God is going to do something new. He is going to open up something new. By faith this morning, let's proclaim that God is going to do something. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഞാൻ വേറെ ഒന്നുമല്ല പറഞ്ഞത്, ദൈവം ഒരു പുതിയ കാര്യം ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എനിക്കറിയാം നിങ്ങൾ വളരെ പ്രയാസത്തില്ല, പക്ഷേ ഈ ഒരു ദൂത് നിങ്ങൾ ഏറ്റെടുക്കണം. അവിടെ ഒരു ക്രൈസിസ് വന്നപ്പോൾ അവിടെ ചില കാര്യങ്ങൾ മാത്രം നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ. ഇവർക്ക് അപ്പോൾ അതിൻ്റെ ഒരു സൊല്യൂഷൻ അവർ പറഞ്ഞൊരു കാര്യം ചെയ്യും. അപ്പോസ്തലന്മാരൊരു കാര്യം പറഞ്ഞു, ഞങ്ങളെ ഏൽപ്പിച്ച ദൗത്യം 2 ദൗത്യങ്ങളാണ്. 1 വചന ശുശ്രൂഷിക്കണം, 2 പ്രാർത്ഥന. ഇതിൻ്റെ അകത്തുനിന്ന് മാറി ഞങ്ങൾ മറ്റു കാര്യത്തിൽ ഇടപെടാൻ പോയാലും ശരിയാകത്തില്ല. അതുകൊണ്ട് നിങ്ങൾ തന്നെ കുറച്ച് ആൾക്കാരെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞിട്ട് അവിടെ പറഞ്ഞ 1-2 കാര്യങ്ങൾ. 1, നല്ല സാക്ഷ്യമുള്ളവരായിരിക്കണം. ദേ ഷുഡ് ബി പീപ്പിൾ വിത്ത് ഗുഡ് റെപ്യൂട്ടേഷൻ. അടുത്തത് അവിടെ പറഞ്ഞതെന്താണെന്നറിയാമോ? ദേ ഷുഡ് ബി ഫുൾ ഓഫ് സ്പിരിറ്റ് ആൻഡ് വിസ്ഡം. ആത്മാവും ജ്ഞാനവും ഉള്ളവരായിരിക്കണം. അപ്പോൾ അവർ തിരഞ്ഞെടുത്തവരെ പറ്റി പറയുന്നു, ദേ വർ ഫുൾ ഓഫ് ഫെയ്ത്ത് ആൻഡ് ഹോളി സ്പിരിറ്റ്. അവർ വിശ്വാസവും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരായിരുന്നു. അങ്ങനെയാണ് ദേ പിക്ഡ് അപ്പ് സ്റ്റീഫൻ ആൻഡ് അതർ പീപ്പിൾ അലോങ് വിത്ത് ദാറ്റ്. അത് നമുക്കറിയാം. ബട്ട് ദിസ് മോർണിംഗ്, ഇന്ന് രാവിലെ ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ദിസ് ഈസ് ജസ്റ്റ് എ വേർഡ് ഓഫ് എക്സോർട്ടേഷൻ. ഞാൻ സാധാരണ പറയാറുണ്ട്, ഐ ഹാവ് ഓപ്പർച്യൂണിറ്റി ടു സ്പീക്ക് ഇൻ മെനി പ്ലേസസ്. ഗോഡ് ഹാസ് ഗിവൺ മീ ദ ഗ്രേസ്. ഞാൻ ചർച്ച് ലെവലിൽ മാത്രമല്ല, എല്ലാം പറയുന്നൊരു കാര്യമുണ്ട്. ദ ബെസ്റ്റ് ഗിഫ്റ്റ് യു ക്യാൻ ഗിവ് ടു എ പാസ്റ്റർ, ഒരു ഏറ്റവും നല്ല ഒരു സമ്മാനം ഒരു പാസ്റ്റർ കൊടുക്കാൻ പറ്റുന്നത് എന്താണെന്നറിയാമോ? എല്ലാ വർഷവും ഒക്ടോബറിൽ പാസ്റ്റേഴ്സ് അപ്രീസിയേഷൻ ഡേ വരുമ്പോൾ അവരെ വിളിച്ചൊന്ന് അപ്രീഷിയേറ്റ് ചെയ്ത് ഗിഫ്റ്റ് കൊടുക്കുന്നതല്ല, പക്ഷേ അവർ ഉറക്കളയ്ക്കേണ്ടത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നിങ്ങൾക്ക് വേണ്ടി ജാഗരിക്കുവാനും ആയിരിക്കണം. അല്ലാതെ അവർ ടെൻഷൻ കയറി ഉറക്കളച്ച് ഇരിക്കാൻ ഒരു അവസരം കൊടുക്കാതിരിക്കാമെങ്കിൽ ആ സഭ വളരെ അനുഗ്രഹിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു പാസ്റ്ററാണ്, റൈറ്റ്? ചിലപ്പോൾ ഒരു കാര്യം മതി ഒരു രാത്രിയിൽ ഉറക്കം മുഴുവൻ പോകാൻ, റൈറ്റ്? ഒരു രാത്രിയിൽ ഉറക്കം മുഴുവൻ പോകാൻ. പക്ഷേ ഞാനൊരു കാര്യം പറയാം, നമ്മുടെ അകത്തൊരാഗ്രഹം ഉണ്ടായിരിക്കണം. നമ്മുടെ ദൈവദാസന്മാർ, ദൈവവേല ചെയ്യുന്നവർ ഉറക്കിളക്കേണ്ടത് എന്തിനാണെന്നറിയാമോ? ആത്മാക്കളുടെ വിടുതലിന് വേണ്ടിയും ദേശത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടിയും.
അതിന് നമുക്ക് വേണ്ടെന്നൊരു കിങ്ഡം പെർസ്പെക്റ്റീവ് നമുക്ക് വേണം. ദൈവരാജ്യത്തിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ഒന്നും നമ്മുടെ മുമ്പിൽ ഒരു മേജർ വിഷയമായിട്ട് വരാൻ പാടില്ല. ഹല്ലേലൂയ. കാരണം ആയുസ് നമുക്ക് വളരെ കുറവാണ്. ഇന്നലെയൊക്കെ നമ്മൾ അതിനെപ്പറ്റി ധ്യാനിക്കുകയുണ്ടായി. ഞാൻ എൻ്റെ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്ന് പറയാം. ഞാൻ ആ എക്സ്പീരിയൻസിൽ കൂടെ പോയപ്പോൾ അതിനൊക്കെ ഇനി ഞാൻ ഡീറ്റെയിൽസിൽ പോകുന്നില്ല. ഒരു കാര്യം എന്നെ ദൈവാത്മാവ് എന്നെ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. ഹോൾഡ് എവറിത്തിങ് വെരി ലൂസ്ലി ബിക്കോസ് വൺ ഡേ യു ഹാവ് ടു ലെറ്റ് എവറിത്തിങ് ഗോ. എല്ലാ കാര്യങ്ങളും നമ്മൾ പിടിക്കുന്നത് എന്ത് ചെയ്യണം? ഒത്തിരി ടൈറ്റായിട്ട് പിടിക്കല്ല. കാരണം ഒരു ദിവസം നമ്മളിതെല്ലാം ലൂസ് ചെയ്തിട്ട് പോകേണ്ടവരാ. പ്രൈസ് ഗാഡ്. ആമേൻ. അപ്പോൾ നമ്മൾ വേണ്ടാത്തതൊക്കെ ടൈറ്റായിട്ട് നമ്മുടെ കൈ പിടിച്ചാലും നമുക്കൊരു ദിവസം എന്ത് ചെയ്യേണ്ടി വരും? വിട്ടിട്ട് പോകേണ്ടി വരും, അല്ലേ? കാരണം ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളുടെ മുമ്പിൽ ഞാൻ ഫേസ് ചെയ്തപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. സഭയോ ജോലിയോ വേറെ പ്രവർത്തനങ്ങളോ ഒന്നുമല്ല. ബിക്കോസ് മുമ്പിൽ ഒരു ഭിത്തി മാത്രമേ ഉള്ളൂ. കട്ടിലേ കിടന്നുകൊണ്ട് ഒരു ഭിത്തിയെ മാത്രം നോക്കുമ്പോൾ അന്നേരം നമ്മുടെ മനസ്സിൽ വരുന്നത് നമ്മുടെ പിടിവാശി ഒന്നുമല്ല. നമുക്കൊരു കാര്യം മാത്രമേ ഉള്ളൂ, അപ്പുറത്ത് പോകണമെങ്കിൽ ഹല്ലേലൂയ ദൈവത്തിൻ്റെ കൃപ ആവശ്യമാണ്. അതുകൊണ്ട് ഈ ആയുസ്സിൽ ദൈവം തന്നിരിക്കുന്ന സമയം ദൈവരാജ്യവും ദൈവത്തിൻ്റെ വേലയും ദൈവത്തിൻ്റെ പ്രവൃത്തി എന്നുള്ള ഒരു ചിന്ത നമ്മുടെ അകത്ത് വന്നാൽ ഹല്ലേലൂയ പ്രിയപ്പെട്ടവരെ, നമ്മൾ ധന്യരായി മാറും. നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തിന് വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും. അപ്പോൾ ഇവിടെ ഈ അപ്പോസ്തലന്മാർ, അത് ഞാനൊരു ദൂതായിട്ട് പറഞ്ഞതേ ഉള്ളൂ ഇടയ്ക്ക്, അവർ പറഞ്ഞു ഞങ്ങൾ പ്രാർത്ഥനയിലും ദൈവവചനത്തിൻ്റെ ശുശ്രൂഷയിലും ഒക്കെ ഞങ്ങൾ ഉറ്റിരിക്കും ഹല്ലേലൂയ എന്ന് പറഞ്ഞു. അങ്ങനെ ആ പ്രപ്പോസൽ അവർക്ക് വളരെ നന്നായിട്ട് തോന്നി. ഏത് പ്രപ്പോസലാണ്? അവർ പറഞ്ഞു നിങ്ങൾ തന്നെ കുറച്ച് പേരെ തിരഞ്ഞെടുത്ത്. അപ്പോൾ ഈ ഒരു ക്രൈസിസിനെ ഫേസ് ചെയ്തപ്പോൾ അവരുടെ ആ റെസ്പോൺസിൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ആ റെസ്പോൺസ് അവർ ഏറ്റെടുത്ത് കഴിഞ്ഞ് ദേ മൂവ്ഡ് ഓൺ. അവർ മുമ്പോട്ട് എന്ത് ചെയ്തു? പോയി. പക്ഷേ നമ്മുടെ പ്രശ്നം എന്നറിയാം, പലപ്പോഴും നമ്മൾ മൂവ് ഓൺ ചെയ്യാൻ റെഡിയല്ല. റൈറ്റ്? നമുക്ക് മൂവ് ഓൺ ചെയ്യാൻ പലപ്പോഴും നമ്മൾ മാനുഷികമായി, ഇപ്പോൾ ഒരു കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടായാൽ പോലും അതെല്ലാം പറഞ്ഞു തീർത്താലും പിന്നെ നമ്മൾ മൂവ് ഓൺ ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യില്ല. ചിലപ്പോൾ ഉണ്ടല്ലോ, എല്ലാം കഴിഞ്ഞ് തീർത്തിട്ടും പിന്നെ ഒരു വിഷയം വരുമ്പോൾ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കാര്യം പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുക, അല്ലേ? അല്ലെങ്കിൽ നീ 97 ഇന്ന സ്ഥലത്ത് വെച്ച് നീ ഇങ്ങനെ പറഞ്ഞില്ലയോ എന്ന് പറയാറുണ്ട്. പക്ഷെ പറഞ്ഞാൽ എന്തുവാ? ഇന്ന് മുതൽ പഴയതെല്ലാം ഞാൻ മറന്നിരിക്കുന്നു, ഇനി മുതൽ നമ്മളൊരു പുതിയ സൃഷ്ടിയാകുമെന്ന് പറഞ്ഞിട്ടും പിന്നെ ആ വിഷയം വരുമ്പോൾ പഴയ കാര്യങ്ങൾ, അല്ലേ? അങ്ങനെ നമ്മുടെ കർത്താവ് നമ്മളോട് ചെയ്താൽ എങ്ങനെ ഇരിക്കും? ഒന്ന് ചിന്തിച്ചേ. കർത്താവ് പറയുക, നീ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്, നീ മാനസാന്തരപ്പെട്ടതിന് മുമ്പ് നീ ക്ഷമ ചോദിച്ച് എല്ലാ വിഷയങ്ങളും കർത്താവ് നമ്മുടെ മുമ്പിൽ ഒന്ന് നിരത്തി വെച്ചാൽ എങ്ങനെ ഇരിക്കും? നമുക്ക് ആർക്കെങ്കിലും നിൽക്കാൻ പറ്റുമോ കർത്താവിൻ്റെ? നമ്മുടെ വിഷയം വരുമ്പോൾ നമ്മൾ പറയും, കർത്താവെ എന്നെ കഴുകി ശുദ്ധീകരിച്ച് എൻ്റെ എല്ലാ വിഷയങ്ങളും നീ വലിയ കടലിലേക്ക് എറിഞ്ഞ് ഇനി മേലാ പൊങ്ങി വരാത്ത രീതിയിൽ കളയണമെന്ന് പറയും. പക്ഷേ നമ്മുടെ മറ്റുള്ള കാര്യങ്ങൾ വരുമ്പോഴോ നമ്മളതെല്ലാം എന്ത് ചെയ്തിരിക്കുക? കടലിൻ്റെ താഴെയല്ല, നമ്മൾ ടേബിളിൻ്റെ മണ്ട ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, നമുക്ക് ആയുസ് എത്ര ഉണ്ട്? ഞാൻ ഈ റീസെൻ്റ്ലി ഒരു കാര്യം സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഐ സീ എവറി ഡേ ആസ് എ ഗിഫ്റ്റ്. ഐ കനോട്ട് വേസ്റ്റ് മൈ ടൈം. ഞാൻ ഈ ലാസ്റ്റ് വീക്കെൻഡിൽ അവധി എടുത്തിരുന്നത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പ്രൊജക്ട്സ്, എൻ്റെ ദൈവരാജ്യത്തിൻ്റെ പ്രൊജക്ട്സ് ചെയ്യാനായിരുന്നു. പക്ഷേ ദൈവാത്മാവ് ഇങ്ങനെ നിയമം തന്നുകൊണ്ട് ഇവിടെ വന്നത്, അല്ലെങ്കിൽ ഞാൻ വരത്തില്ലായിരുന്നു. കാരണം ഐ ഹാഡ് എ വെരി ഗുഡ് പ്ലാൻ ഫോർ ഡൂയിങ് സംതിങ്, അക്കോംപ്ലിഷിങ് സംതിങ്. പക്ഷേ ഞാനൊരു കാര്യം പറയാം, നമ്മുടെ ലൈഫ് ഈസ് നോട്ട് സപ്പോസ് ടു ബി വേസ്റ്റഡ്. ഈവൻ അയോട്ട ഓഫ് ടൈം ഷുഡ് നോട്ട് ബി വേസ്റ്റഡ്. എ സിംഗിൾ ഡേ ഷുഡ് നോട്ട് ബി വേസ്റ്റഡ്. ഞാൻ എക്സിക്യൂട്ടീവ് വന്നപ്പോൾ നമ്മുടെ ജോൺ സ്റ്റാനോട് ഞാൻ വിളിച്ച് പറഞ്ഞു, അച്ഛാ, സെക്രട്ടറി ആണല്ലോ നമ്മുടെ, ഞാൻ പറഞ്ഞു, അച്ഛാ എനിക്കൊരു കാര്യമുണ്ട്. ഞാൻ പറഞ്ഞു, ടൈം വേസ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടിക്ക് ഞാനില്ല. ദൈവരാജ്യത്തിന് ഗുണമുണ്ടാകാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് സമയം കളയരുത്. ഒന്നും നമ്മൾ കളയല്ലേ. നമ്മൾ കൂടി വരികയാണെങ്കിൽ ദൈവരാജ്യം അല്ലെ ദൈവികമായ നിത്യതയെ ബാധിക്കുന്ന വിഷയത്തെ നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ്. ബാക്കി സമയങ്ങൾ നമ്മൾ സമയം കളയേണ്ടെന്നല്ല, അല്ല, അതിനാവശ്യമില്ലെന്നല്ല പറയുന്നത്. നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടത് നിത്യതയ്ക്കുള്ള വിഷയമായിരിക്കണം, ദൈവരാജ്യം പണിയുന്ന കാര്യങ്ങളായിരിക്കണം. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഹല്ലേലൂയ, ഇവർ ദൈവരാജ്യത്തിൻ്റെ വിഷയമായതുകൊണ്ട് ഇവരത് അലൈൻഡായി. അതുകൊണ്ട് എന്ത് സംഭവിച്ചെന്നറിയാമോ? അവിടെ ഒരു വലിയ ദൈവപ്രവർത്തിക്ക് കാരണമായി തീർന്നു. ഇന്ന് രാവിലെ ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, വിട്ടുകളയേണ്ടതിനെ നമ്മൾ വിട്ടുകളഞ്ഞാൽ മാത്രമേ ഒരു പ്രോഗ്രസ് നമുക്കുണ്ടാകത്തുള്ളൂ. സംടൈംസ് ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. നമ്മുടെ പേഴ്സണൽ ലൈഫിൽ തന്നെ, വേറൊന്നുമല്ല. ഇതിപ്പം ഞാൻ സഭയോടനുബന്ധിച്ച് ഒരു കാര്യം പറയുന്നതുകൊണ്ട് നിങ്ങൾ പല കാര്യങ്ങൾ ചിന്തിച്ചെന്നിരിക്കും. ഞാൻ പറയും, നമ്മുടെ പേഴ്സണൽ ലൈഫിൽ തന്നെ നമുക്കൊരു വിഷയം ഉണ്ടെങ്കിൽ പലപ്പോഴും നമുക്ക് ഡെലിവറൻസ് വരാതെ, വിടുതൽ നമുക്ക് കിട്ടാതെ നമ്മൾ സ്റ്റക്കായി കിടക്കുന്ന റീസൺ എന്താണെന്നറിയാമോ? വി ആർ നോട്ട് ലെറ്റിങ് ഇറ്റ് ഗോ. നമ്മൾ ഹോൾഡ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആത്മാവ് ചിലരോടൊക്കെ സംസാരിക്കുന്നത് എന്താണെന്നറിയാമോ? വിട്ടുകളയേണ്ടതിനെ വിട്ടുകളഞ്ഞ് മുമ്പോട്ട് പോകാമെങ്കിൽ 2024 നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഒരു പുതിയ പ്രവൃത്തി ആരംഭിക്കുന്ന ആളുകളാക്കി തീർക്കും. ഇതാണ് ദൈവം എനിക്ക് തന്നിരിക്കുന്ന ഒരു ദർശനം. ഹല്ലേലൂയ. ഞാൻ എന്നും പ്രാർത്ഥിക്കുന്ന, കർത്താവ് എല്ലാ സഭകളിലും പുതിയ ആൾക്കാർ കടന്നു വരണം.
ഞങ്ങളെപ്പോലുള്ളവർക്കൊന്നും വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. അവിടോട്ട് ആരും മൂവ് ചെയ്തൊന്നും വരാൻ പോകുന്നില്ല. കർത്താവേ, ആത്മാക്കൾ വിടുവിക്കപ്പെടണം. ഇന്ന് പകൽ ഞാൻ ഒരു ദർശനം നിങ്ങളെ കൈമാറുന്നു. പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ശത്രു തകർക്കുമെന്ന് പറയുമ്പോൾ അതിനെതിരെ നിന്ന് പറയണം, ഇല്ല, ഞങ്ങൾ ഹല്ലേലൂയ ദൈവത്തിൻ്റെ മക്കൾ ഒരുമിച്ച് നിൽക്കും, ഞങ്ങൾ പണിയും, ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. ഹല്ലേലൂയ. പലപ്പോഴും ശത്രുവിൻ്റെ ഒരു തീയമ്പാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള, എൻ്റെ ലൈഫിൽ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളതാണ്, അവനൊരു തീയമ്പ് നമുക്കെതിരെ വിടും. ഹി സെൻസ് ദ ഡാർട്ട്. ആ ഡാർട്ട് എന്താണെന്നറിയാമോ? ആ ഡാർട്ടാണ് നമ്മളെ ഭയപ്പെടുത്തുന്ന തീയമ്പ്, നമ്മളെ ഭീതിപ്പെടുത്തുന്ന, നമ്മളെ ഭീഷണിപ്പെടുത്തുന്ന തീയമ്പുകൾ. പലപ്പോഴും ആ തീയമ്പിനെ എങ്ങനെ ഫേസ് ചെയ്യുന്നത്? വിശ്വാസത്താൽ ഫേസ് ചെയ്യണം. ഞങ്ങളുടെ ചർച്ച് പയനീർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആരോ എൻ്റെ അടുക്ക് വന്ന് പറഞ്ഞു, ഒരു ബന്ധമില്ലാത്ത ഒരാൾ പറഞ്ഞു 1 വർഷത്തിനകം പൂട്ടിക്കെട്ടുമെന്ന്. അപ്പം എനിക്ക് പെട്ടെന്നൊരു പേടി. അന്നാണ് ഇച്ചിരിയുടെ പേടിയൊക്കെ ഉള്ള സമയം. ഇപ്പോഴും പേടിക്കുന്ന, ഇപ്പോഴാണ് അത്രയും ടെൻഷനില്ല. ഞാൻ പറഞ്ഞു, എൻ്റെ ദൈവമേ, 1 വർഷത്തിനകം പൂട്ടിക്കെട്ടുമോ? അപ്പോൾ കർത്താവ് എന്നോട് ചോദിച്ചു, ആരാടാ നിന്നോട് ഇത് പറഞ്ഞത്? ഞാൻ പറഞ്ഞു, ആരാണ്ട് പറഞ്ഞു. എടാ, ആരാണ്ട് പറയുന്നത് വെച്ചാണോ നീ ചിന്തിക്കുന്നത്? നിനക്ക് ഞാൻ പറഞ്ഞത് വിശ്വാസമില്ലേ? ഹല്ലേലൂയ. അന്ന് കർത്താവിനോട് ചോദിച്ചൊരു കാര്യമുണ്ട്, നീ എൻ്റെ നാമത്തിന് വേണ്ടി ഒരു വിശ്വാസത്തിൻ്റെ കാൽച്ചോട് മുമ്പോട്ട് വെക്കുമ്പോൾ ശത്രു പറയുന്നതാണോ നിൻ്റെ ജീവിതത്തിൽ നിവൃത്തിയാകാൻ പോകുന്നത്, അതോ ഞാൻ പറഞ്ഞാണോ നിൻ്റെ ജീവിതത്തിൽ നിവൃത്തിയാകാൻ പോകുന്നത്? ഇന്ന് പകൽ ദൈവസഭയെ, ദൈവജനമേ, ഞാൻ പറയട്ടെ, ശത്രു പറഞ്ഞതല്ല നമ്മുടെ വിഷയം. ദുഷ്ടൻ, കാരണം അവൻ, നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചല്ലോ, നമുക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളോടല്ല, അത് വാഴ്ചകളോ അധികാരങ്ങളോ സ്വർലോകങ്ങളോ ദുഷ്ടാത്മ സേനയോടും അത്രേ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വിഷയം ശത്രു പറഞ്ഞൊന്നുമല്ല. നമ്മുടെ വിഷയം നമ്മുടെ കർത്താവ് എന്താണ് പറഞ്ഞത്? നമ്മുടെ കർത്താവ് പറഞ്ഞു, ഹല്ലേലൂയ, എൻ്റെ നാമത്തിൽ ഹല്ലേലൂയ നിങ്ങൾ രോഗികളുമേൽ കരം വെക്കുമ്പോൾ അവർ സൗഖ്യമാകും. എൻ്റെ കർത്താവ് പറഞ്ഞു, ഭൂതങ്ങളെ പുറത്താക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും. എൻ്റെ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ലോകമെമ്പാടും പോയി സുവിശേഷം പ്രസംഗിക്കും. എൻ്റെ കർത്താവ് പറഞ്ഞു, ശിഷ്യന്മാർ വരും. അങ്ങനെയാണെങ്കിൽ ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ സഭ വിശ്വസിക്കേണ്ട ദൈവത്തിൻ്റെ വചനത്തിലായിരിക്കണം, അല്ലാതെ അവിടെ ഇവിടെയും ആരെങ്കിലുമൊക്കെ പറയുന്ന കാര്യങ്ങളല്ല. അങ്ങനെ പറഞ്ഞാൽ നമ്മൾ നിരാശപ്പെട്ടു പോകും. പക്ഷേ ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് വിശ്വസിക്കാം. ഞാൻ പറഞ്ഞല്ലോ, ലൈഫ് ഈസ് ടു ഷോർട്ട് ടു പിക്ക് അപ്പ് ലിറ്റിൽ ബാറ്റിൽസ്. ലൈഫ് ഈസ് ടു ഷോർട്ട് ഫോർ ദാറ്റ്. ഞാൻ പറയട്ടെ, സഭ വളർന്നു. ഇവിടുത്തെ സഭ, ഏത് സഭ? യെരുശലേമിലെ സഭ. അവിടെ ഇങ്ങനെയാണ് പറഞ്ഞത്, നമ്മൾ വായിച്ച വാക്യമുണ്ടല്ലോ, ഞാൻ ഒരു കൺക്ലൂഷൻ്റെ ടൈമായി, ഐ വിൽ നോട്ട് ടേക്ക് മോർ ടൈം. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, ദൈവത്തിൻ്റെ വചനം പരന്നു, ശിഷ്യന്മാരുടെ എണ്ണം വളരെ വർദ്ധിച്ചു, ഒത്തിരി പുരോഹിതന്മാർ വരെ. അന്നത്തെ ആ സിറ്റുവേഷൻ അനുസരിച്ച് പുരോഹിതന്മാരൊക്കെ വിശ്വാസത്തിൽ വരുന്നത് ഇസ് വെരി ഡിഫിക്കൾട്ട്. അവിടെ പുരോഹിതന്മാർ വരെ എന്ന് പറഞ്ഞാൽ, ക്രൈസിസിനെ നമ്മൾ കറക്റ്റ് രീതിയിൽ ഫേസ് ചെയ്താൽ പ്രതീക്ഷിക്കാത്ത അസാധാരണമായ ദൈവപ്രവൃത്തി ദൈവം നമ്മുടെ മധ്യത്തിൽ അയക്കുന്ന ദൈവമാണ്. കുറച്ച് പേരും കൂടെ വിശ്വാസം വന്നിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ ഓക്കെയാ. പക്ഷെ ഇവിടെ പുരോഹിതന്മാരും കൂടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക്, priests are coming to the Lord. അപ്പം ഞാൻ നിങ്ങളെ 1-2 കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാം. റൈറ്റ്, സബ്മിറ്റ് ടു ദ ലോർഡ്ഷിപ്പ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശു കർത്താവിൻ്റെ കർത്തൃത്വത്തിൻ്റെ കീഴിൽ നാം എല്ലാവരും കടന്നു വരണം. ആ കർത്തൃത്വത്തിൻ്റെ കീഴിൽ കടന്നു വരുമ്പോൾ കർത്താവ് പറയുന്ന പോലെ വേണം ചെയ്യേണ്ടി വരും കാര്യങ്ങൾ. പലപ്പോഴും നമ്മുടെ ജഡം പറയുന്ന പോലെ നമ്മൾ ചെയ്യാൻ പോകുമ്പോഴാണ് കാര്യങ്ങളൊക്കെ കുഴയുന്നത്. പക്ഷേ എൻ്റെ യേശു ഒരിക്കലും ആർക്കും ദോഷം വരുന്നതൊന്നും നമ്മളോട് കൊണ്ട് പറയിപ്പിക്കത്തുമില്ല, ചെയ്യിപ്പിക്കത്തുമില്ല. ഹല്ലേലൂയ. പലപ്പോഴും ഞാൻ വചനം സംസാരിക്കും, ഞാൻ കർത്താവേ, അങ്ങയുടെ ഹിതമല്ലാത്ത ഒരു വാക്ക് പോലും പറയല്ലേ. കാരണം ഞാൻ എൻ്റെ വാക്ക് പറഞ്ഞാൽ അതുകൊണ്ട് ആർക്കെങ്കിലും വിഷമം ഉണ്ടായെന്നിരിക്കും, പ്രയാസം ഉണ്ടായെന്നിരിക്കും. പക്ഷേ കർത്തൃത്വത്തിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നെങ്കിൽ അത് പലരെയും ബിൽഡപ്പ് ചെയ്യുന്നതിന് കാരണമായി തീരും. നമ്മൾ ആരെയും തകർക്കുന്നവരായി മാറരുതേ. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ കയ്യിൽ ഒരു ആയുധമായി മാറണം. പിശാചിൻ്റെ കയ്യിലെ ആയുധങ്ങളല്ല. കർത്താവ് നമ്മളെ വിലയ്ക്ക് വാങ്ങിയതാണ്, തൻ്റെ രക്തത്താൽ നമ്മളെ വീണ്ടെടുത്തതാണ്. അടുത്തൊരു കാര്യം ഓർപ്പിക്കട്ടെ, ഡു നോട്ട് വേസ്റ്റ് യുവർ എനർജി ആൻഡ് ടൈം ഓവർ തിങ്സ് വിച്ച് ഡസൻറ്റ് മാറ്റർ ഫോർ എറ്റേണിറ്റി. നിത്യതയിൽ ബാധിക്കാത്ത വിഷയത്തിന് നമ്മുടെ സമയവും നമ്മുടെ എനർജിയും കളയല്ലേ. ഞാൻ ഈ രോഗാവസ്ഥയിൽ കൂടെ പോയപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. നേരത്തെ ഞാൻ ഓർത്ത് നമുക്ക് സമയം കുറവാണ്. ഇതിൽ കൂടെ പോയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, സമയം മാത്രമല്ല നമ്മുടെ ആരോഗ്യവും വളരെ, എനർജി ലിമിറ്റഡാണ്. റൈറ്റ്, നമ്മൾ ടയേർഡ് ആകുന്നവരാണ്. എവറി ഡേ വി ഹാവ് എ ലിമിറ്റഡ് എനർജി. അതുകൊണ്ടാണ് നമ്മൾ പിന്നെയും കഴിച്ചൊക്കെ ശക്തിപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ബലമുള്ളത്. അപ്പോൾ നമ്മുടെ പ്രൈം എനർജി, നമ്മുടെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള എനർജി നമ്മൾ വേണ്ടാത്ത കാര്യത്തിന് വേണ്ടി കളഞ്ഞാൽ നല്ല കാര്യത്തിന് വേണ്ടി വരുമ്പോൾ നമ്മുടെ കയ്യിൽ എനർജിയും കാണത്തില്ല, സമയവും കാണത്തില്ല. അതുകൊണ്ട് ഇന്ന് പകൽ ഒക്ലഹോമ ഷാരോൺ ചർച്ചിലുള്ള എല്ലാ ദൈവമക്കളോടും ഞാൻ പറയുന്നു, നമ്മുടെ 2024 പ്രവേശിക്കുമ്പോൾ ഒരു കാര്യം തീരുമാനിക്കണം. ചിലർ പല തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. എൻ്റെ ആരോഗ്യവും എനിക്ക് തന്നിരിക്കുന്ന ആയുസ്സും സമയവും എല്ലാം ഹല്ലേലൂയ പ്രയോജനമില്ലാത്ത കാര്യത്തിന് വേണ്ടി ഞാൻ കളയത്തില്ല. ഞാൻ നിത്യതയ്ക്ക് വേണ്ടി, കർത്താവ് എന്നെ വിളിച്ച വിളിക്ക് വേണ്ടി, ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുമെന്ന് നമുക്കൊരു തീരുമാനമെടുക്കാം. അടുത്തത് ഞാൻ പറയുന്നു, സി മേജർ എസ് മേജർ ആൻഡ് മൈനർ എസ് മൈനർ.
വലുതായി കാണേണ്ട കാര്യങ്ങൾ വലുതായിട്ട് കാണുക, ചെറുതായിട്ട് കാണേണ്ട കാര്യങ്ങൾ ചെറുതായിട്ട് കാണുക. അതെന്നെ ദൈവം പഠിപ്പിച്ചൊരു കാര്യമാണ്. പലപ്പോഴും ശത്രു ആഗ്രഹിക്കും നമ്മൾ ചെറിയ കാര്യങ്ങൾ വലുതായിട്ട് കാണണം, വലിയ കാര്യങ്ങൾ ചെറുതായിട്ട് കാണണം. ഹല്ലേലൂയ. വലിയ വലിയ കാര്യങ്ങൾ, നമ്മൾ കാണേണ്ട കാര്യങ്ങളെ അവൻ നമ്മുടെ മുമ്പിൽ ചെറുതായിട്ട് കാണിക്കാൻ നോക്കും, ചെറിയ കാര്യങ്ങളെ നമ്മൾ വലുതാക്കി പ്രൊജക്റ്റ് ചെയ്യാൻ നോക്കും. പക്ഷേ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തിൽ ദൈവകരങ്ങളിലേക്ക് അവൻ്റെ കർത്തൃത്വത്തിൻ്റെ കീഴിൽ സമർപ്പിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്താണ് വലുത്, എന്താണ് ചെറുത്. See the major as major and look at the minors as minor. Many times we struggle in our life because we have shifted the priorities. നമ്മൾ ആ പ്രാധാന്യത നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു അവസരമുണ്ട്. വളരെ സ്നേഹത്തോടെ പറയട്ടെ, എനിക്ക് നിങ്ങളെല്ലാം വളരെ ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒക്ലഹോമ ചർച്ച് എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു പ്രൈഡാണ്. റൈറ്റ്, വി ലവ് യു ഓൾ. ഞാൻ പറയുന്നു, ദൈവമക്കളെ, നമുക്ക് നിത്യതയുടെ വിഷയവും ദൈവവചനത്തിൻ്റെ വിഷയത്തിനൊക്കെ പ്രാധാന്യം കൊടുക്കേണ്ടത് പ്രാധാന്യം കൊടുക്കാം. ചിലതൊക്കെ നമുക്ക് വേണ്ടാന്ന് അങ്ങ് വെക്കാം. കാരണം എന്നറിയാമോ, അതിൻ്റെ ആവശ്യമില്ല. നൗ few more things I'm going to just conclude. അല്ല, നിർത്താൻ പോവാണ്, ശ്രദ്ധിച്ച് കേൾക്കണേ. Another thing I want to tell you is focus on getting to the solution quick. Be solution oriented. പരിഹാരം കണ്ടെത്തുവാൻ നമ്മൾ തിടുക്കം കാണിക്കണം. പലപ്പോഴും ശത്രുവിൻ്റെ ആഗ്രഹം എന്താണ്? പരിഹാരത്തിൽ നമ്മൾ എത്തിയാലും പിന്നെയും അതെങ്ങനെ നമ്മൾ ലിങ്കർ ഓൺ ചെയ്യാവുന്നുള്ളതാണ്. ഇത് നമ്മുടെയൊക്കെ പേഴ്സണൽ ലൈഫ്, ഫാമിലി ലൈഫ് എല്ലായിടത്തും ബാധിക്കുന്ന വിഷയമാണ്. നിങ്ങളാരും വേറെ ഒന്നും ചിന്തിക്കരുത്. പ്രൈസ് ഗോഡ്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ, പലപ്പോഴും സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞാലും പിന്നെയും നമ്മൾ വിഷമിച്ചിരിക്കുക. ബട്ട് എ ടൈം കംസ് വെൻ വി ഹാവ് ടു മൂവ് ഓൺ. We have to first look for a solution. When the solution comes, we need to move on. പക്ഷേ ശത്രു പറയുന്നത് എന്തെന്നാണ്? സൊല്യൂഷൻ കൊണ്ടുവന്നാൽ കഴിഞ്ഞാലും ശത്രു പറയുന്നത് പിന്നെയും അത് പിടിച്ചുകൊണ്ടിരിക്കും. No. We should not spend our time, waste a little bit of our energy. Once we should first of all looking, നമ്മൾ എങ്ങനെയെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തി കഴിഞ്ഞാൽ, ഏതൊരു നമ്മുടെ ലൈഫിൽ ഒരു വിഷയം വരുമ്പോൾ അതിനൊരു പരിഹാരം കണ്ടെത്തി കഴിഞ്ഞാൽ we need to move on. ഇപ്പോൾ എനിക്കൊരു അസുഖം വന്നു, അത് കഴിഞ്ഞിട്ട് ഇപ്പോഴും മെഡിക്കേഷൻസ് ഒക്കെ ഉണ്ട്, ഇപ്പോഴും പല കാര്യങ്ങളുണ്ട്, ഇപ്പോഴും എൻ്റെ വീക്ക്നസ്. ഞാനിവിടെ മാസ്ക് ഇട്ടുകൊണ്ടിരുന്നപ്പോൾ നിങ്ങളൊക്കെ ചിലർക്ക് എനിക്ക് അതിൻ്റെ അസുഖം ഉള്ളതുകൊണ്ടാണ്. നോ, അതൊരു പ്രിവെൻഷനാണ്. അത് ഡോക്ടേഴ്സ് അതിനെ ആവശ്യപ്പെട്ട കാര്യമാണ്. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. പക്ഷേ എനിക്ക് അന്നും പറഞ്ഞ് മിണ്ടായിരിക്കാനൊക്കത്തില്ലല്ലോ. കഴിഞ്ഞ വർഷം ആഫ്രിക്കയ്ക്ക് പോകണമെന്ന് ദൈവാത്മാവ് എൻ്റെ അകത്ത് നിയമം തന്നു. ഞാൻ ചോദിച്ചപ്പം വീട്ടിലെല്ലാവരും പറഞ്ഞു ഓക്കെ പൊക്കോളം പറഞ്ഞു, എല്ലാവരും പറഞ്ഞു ഓക്കെ പറഞ്ഞു. അപ്പോൾ ഫൈനലി ഡോക്ടറെ എടുക്കാൻ പോകണം, കാരണം പുള്ളി ഒരു സർട്ടിഫിക്കറ്റ് തരണം, കാരണം എനിക്കൊരു വാക്സിനേഷൻ എടുക്കാനൊക്കത്തില്ല, യെല്ലോ വാക്സിൻ. പുള്ളിയോടൊക്കെ ചെന്നപ്പോൾ ഡോക്ടർ പറയാ യു ഗോ. ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ ഞാൻ പോകണമെന്നുണ്ടെങ്കിൽ ഈ ഡോക്ടർ എന്നോട് പോസിറ്റീവായിട്ട് പറയണം. റൈറ്റ്, അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറയാം ഗോ വിത്ത് വാട്ട് എവർ പ്രിക്കോഷൻ യു ആർ ടേക്കിംഗ് റൈറ്റ് നൗ, യു ഗോ. ഹല്ലേലൂയ. ആ യാത്രയിൽ 2 രാജ്യത്ത് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കർത്താവ്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് അറിയാമോ, വി ക്യാൻ നോട്ട് സിറ്റ് വിത്ത് അവർ പാസ്റ്റ്. എനിക്ക് അന്നേരം എൻ്റെ അടുക്കൽ ആരണ്ടൊക്കെ ചോദിച്ചു, എന്നോടല്ല ഡയറക്റ്റ്ലി ചോദിക്കത്തില്ല, ഈ പാസ്റ്റർക്ക് എന്ന വിലയ്ക്ക് തലയ്ക്ക് സുഖമില്ല, കാരണം ഇപ്പം അങ്ങോട്ട് റിക്കവർ ആയതേ ഉള്ളൂ, ഇപ്പോഴും എന്തിനാ ആഫ്രിക്ക, ഇത് ആവശ്യമുണ്ടോ? ഹല്ലേലൂയ. ഞാൻ പറയുന്നു, മരിക്കാനാണ് എവിടെയെങ്കിലും എന്തെങ്കിലും മരിക്കേണ്ടതല്ലേ? ഞാൻ അന്നേ മരിച്ചു പോകണ്ടായിരുന്നു, കർത്താവ് ഒരു ആയുസ് തന്നല്ലേ. എന്ന് പറഞ്ഞ് റിസ്ക് എടുക്കുന്ന ബുദ്ധിമോശം കാണിക്കുന്ന കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. പക്ഷേ ഞാനൊരു കാര്യം പറയാം, ഹല്ലേലൂയ, നമുക്ക് ആരോഗ്യവും ബലവും ഉള്ളപ്പോൾ നമ്മൾ മുമ്പോട്ട് പോകുവാൻ, പഴയ കാര്യങ്ങൾ ഡെല്ലി ചെയ്യാതെ മുമ്പോട്ട് പോകാൻ തയ്യാറാണെങ്കിൽ നമ്മളിൽ കൂടെ ദൈവം വലിയ പ്രവർത്തികൾ ചെയ്യുവാൻ ശക്തനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാവിലെ ഞാൻ ഈ ഒരു ആഹ്വാനം നൽകുന്നു. Let's focus to get on the solution and move on, because that's what God's plan is. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. Finally, do not enjoy anything which hinders the kingdom goals and agenda. ദൈവരാജ്യത്തിൻ്റെ അജണ്ടയും ഗോൾസിനെ ഹിൻഡർ ചെയ്യുന്ന ഒരു കാര്യത്തിലും നമുക്ക് എൻജോയ്മെൻറ്റ് കണ്ണല്ലേ. ഹല്ലേലൂയ. പലപ്പോഴും ഞാൻ ദുഃഖിക്കുന്ന ഒരു വിഷയമുണ്ട്. I oversee lot of things. ഇതിപ്പം ഷാരോൺ മാത്രമല്ലല്ലോ, അതെ, സംടൈംസ് പീപ്പിൾ ആർ സോ മച്ച് ദേ എൻജോയ്. അവർ ഭയങ്കര ഇഷ്ടം എന്താണെന്നറിയാമോ, ഇങ്ങനെ കാര്യങ്ങൾ, ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ പലപ്പോഴും ഇഷ്ടമാണ്. പക്ഷേ ശരിക്കും നമ്മുടെ അകത്ത് ദൈവാത്മാവ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ അകത്തൊരു നമ്പരം വേണം. കർത്താവേ, ഇത് നിൻ്റെ രാജ്യത്തിൻ്റെ ഹല്ലേലൂയ ആ പണിക്കെതിരായി ആണല്ലോ കർത്താവേ, അത് നമ്മളെ പ്രാർത്ഥനയിലേക്ക് നയിക്കണം. ഹല്ലേലൂയ. ഒരിക്കലും നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളെ വിചാരിച്ചുകൊണ്ട്, സംസാരിച്ചുകൊണ്ട്, ചിന്തിച്ചുകൊണ്ട് നമ്മളുടെ അകത്തൊരു സന്തോഷം ഉണ്ടാകുന്ന ഒരു അനുഭവം ഒരിക്കലും വരരുത്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ എന്തുവാണ് ഈ വചനം പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ വചനം പറക്കും, ശിഷ്യന്മാരുടെ എണ്ണം വർദ്ധിക്കും. ഹല്ലേലൂയ. അനേക അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ വരും. ജോണി ടാഡയുടെ ഒരു കോട്ടും കൂടെ പറയട്ടെ. He says, believers are never told to become one. We already are one and are expected to act like it. ദൈവമക്കളെ സംബന്ധിച്ചോളം ഒന്നാകാൻ ഇനിയും പറയേണ്ട ആവശ്യമില്ല. നമ്മളെ ഒരു കുടുംബത്തിൻ്റെ അംഗങ്ങളാക്കി ദൈവം തീർത്തു. നമ്മളെല്ലാം ഒരു അപ്പൻ്റെ മക്കളാണ്. നമുക്ക് ചിലപ്പോൾ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. നമ്മളെല്ലാവരും യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു വൺ ഫാമിലിയുടെ
അംഗങ്ങളാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം, ഒരു കുടുംബത്തിൻ്റെ അംഗങ്ങളാണെന്നുള്ള രീതിയിൽ അങ്ങ് വി നീഡ് ടു മൂവ് ഓൺ. ഡോണ്ട് ഡ്വെൽ ഓൺ ദ പാസ്റ്റ്. വെൻ ഇറ്റ്സ് ടൈം ടു മൂവ് ഓൺ, ലെറ്റ്സ് മൂവ് ഓൺ. മുമ്പോട്ട് പോകാൻ ഉള്ള സമയമാകുമ്പോൾ മുമ്പോട്ട് പോകുക. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ മീറ്റിങ്ങിൽ പറഞ്ഞോന്നറിയത്തില്ല, എൻ്റെ ലൈഫിൽ പലപ്പോഴും പ്രയാസകരമായ അവസ്ഥകളൊക്കെ ശുശ്രൂഷപരമായി വന്നപ്പോഴൊക്കെ ദൈവം എന്നോട് ഇടപെട്ടിട്ടുള്ളൊരു കാര്യമുണ്ട്. അതും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഐ ആം ഗോയിങ് ടു കൺക്ലൂഡ്. ഇങ്ങനെയാണ് ഒരു പാട്ടുണ്ട്. ആ പാട്ടിൻ്റെ ഇരടികൾ പല, എനിക്ക് ചിലപ്പോൾ ഈ പാട്ടുകളൊക്കെ വരുമ്പോൾ ചില ദിവസങ്ങൾ ഞാനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പാടി ദൈവസന്നിധിയിൽ ബലപ്പെടാറുണ്ട്. ആ ദിവസങ്ങളിൽ ഒന്ന് രണ്ട് പ്രാവശ്യം ഇങ്ങനെ വന്നിട്ടുള്ളൊരു പാട്ടാണ്, കൂടുണ്ട് പ്രിയനും ചാരവേ, ചാരിടും ഞാൻ അവൻ്റെ മാർവതിൽ, കേൾക്കുന്നു നാഥൻ്റെ ഇമ്പശബ്ദം, മുമ്പോട്ട് പോകുക. ഒരു പ്രാവശ്യം, ഇനി ഇവിടെ പറഞ്ഞൊന്നും അറിയത്തില്ല, പറഞ്ഞെങ്കിൽ നിങ്ങൾ പലരും കഴിഞ്ഞ ദിവസങ്ങളില്ലായിരുന്നല്ലോ. ഒരു പ്രാവശ്യം ഞാൻ ഒരു കാര്യം, ദൈവരാജ്യത്തിന് കോട്ടം സംഭവിക്കാതിരിക്കാൻ ഞാൻ എന്നെ തന്നെ പോഷനായിട്ടൊരു കാര്യം എടുത്തു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ എൻ്റെ അകത്ത് തോന്നി, ഞാൻ എനിക്ക് ന്യായമുണ്ടായിരുന്നു ആ വിഷയത്തിൽ, പക്ഷേ എൻ്റെ വിഷയം ന്യായമല്ലായിരുന്നു. എൻ്റെ വിഷയം ദൈവരാജ്യത്തിന് കോട്ടം സംഭവിക്കില്ല, ദൈവനാമം ദുഷിക്കാൻ പാടില്ല. അങ്ങനെ എടുത്ത് ഞാൻ റോഡിൽ കൂടെ അത് കഴിഞ്ഞൊരു വാക്ക് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ മുകളിലേക്ക് നോക്കുക. അപ്പോൾ എൻ്റെ ആത്മാവിൽ ഞാനിങ്ങനെ കാണുക, എൻ്റെ അപ്പച്ചൻ മേളിൽ നിന്നിങ്ങനെ ചിരിക്കുക എന്നോട് നോക്കിയിട്ട്. എനിക്ക് പൊട്ടനാന്ന് തോന്നിയപ്പോൾ എൻ്റെ അപ്പച്ചൻ മേളിൽ നോക്കിയിട്ട് ഞാനിങ്ങനെ ഒരു ശബ്ദം കേൾക്കുക, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, മുമ്പോട്ട് പോകുക. ഹല്ലേലൂയ. ഞാൻ നിന്നെ എൻ്റെ കയ്യിൽ വഹിച്ചിട്ടുണ്ട്. നീ എൻ്റെ നിമിത്തം അപമാനം സ്വീകരിച്ചാൽ, നീ എൻ്റെ നിമിത്തം എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ അത് നിനക്ക് നഷ്ടമല്ല, നീ എൻ്റെ നിമിത്തമാണ് ചെയ്യുന്നുവെങ്കിൽ, ഹല്ലേലൂയ മകനെ, ഞാൻ നിന്നിൽ പ്രസാദിക്കുന്നു. ഇന്ന് പകൽ ദൈവസഭയെ, ദൈവജനമേ, ഈ ഒരു ആഹ്വാനം തന്ന് ഞാൻ നിർത്തുന്നു. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് നിന്നാൽ ദൈവത്തിൻ്റെ വചനം പറക്കട്ടെ, അനേക ആത്മാക്കൾ ദൈവസന്നിധിയിൽ വരട്ടെ. ഒരിക്കൽ കൂടി ഈ ഒരു ആഹ്വാനം, ഐ വാണ്ട് ടു ഹാൻഡ് ഓവർ ദിസ് ഹല്ലേലൂയ വിഷൻ ടു യു. ഈ ഒരു നിയോഗം നിങ്ങളെ കൈമാറുന്നു. പുറമോട്ട് പോകാൻ നമുക്ക് ഓപ്ഷനില്ല, മുമ്പോട്ട് പോകാനുള്ള വിളിയാണ്. ഏത് സാഹചര്യത്തിൻ്റെ മധ്യത്തിലും പ്രതികൂലങ്ങളുടെ മധ്യത്തിലും ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് പുറമോട്ട് നോക്കാനോ പുറമോട്ട് പിന്തിരിക്കാനല്ല. അതുകൊണ്ടല്ലേ നമ്മൾ പലപ്പോഴും പാടുന്നത്, ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ്, നോ ടേണിംഗ് ബാക്ക്. നമ്മൾ ഈ പോരാട്ടത്തിൽ, ഈ ആത്മീയുദ്ധത്തിൽ പുറമോട്ട് പോകാനല്ല, മുമ്പോട്ട് തന്നെ പോകുവാൻ. പ്രിയൻ നമ്മളെ കൂടെയുള്ളത് കൊണ്ട്, അവൻ നമ്മളെ തൻ്റെ മാർവോട് ചേർത്ത് പിടിച്ചിരിക്കുന്നത് കൊണ്ട് പുറമോട്ട് പോകാനല്ല, മുമ്പോട്ട് തന്നെ പോകുവാനുള്ള ഒരു ആഹ്വാനം ഇന്ന് പകൽ ദൈവസഭയെ കൈമാറിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥനയിൽ ഇനി മുന്നേറുക. ദൈവം ഈ ദിവസങ്ങളിൽ സഹായിക്കട്ടെ. ഐ റിയലി എൻജോയ്ഡ് ദ ടൈം ഹിയർ. ഇവിടെ വന്ന ഈ സമയം എനിക്ക് വളരെ അനുഗ്രഹമായിരുന്നു. ഹല്ലേലൂയ. കർത്താവ് സഹായിക്കട്ടെ. ഇനിയും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. കണ്ടിന്യൂ ടു പ്രേ. ഹല്ലേലൂയ. ആ പ്രാർത്ഥനയിൽ ഇനി നിങ്ങൾ എന്നെ ഓർക്കുക. കർത്താവ് സഹായിക്കുന്ന അടുത്ത മാസവും അതുപോലെ ഫെബ്രുവരി മാസത്തിൽ 2-3 ആഴ്ചത്തേക്കിന് ഞാൻ ഇന്ത്യയിലും നേപ്പാളിലും ശ്രീലങ്കയിലും ഒക്കെ യാത്ര ചെയ്യുന്നുണ്ട്. കർത്താവ് ആരോഗ്യം തരുന്ന ബലം അനുസരിച്ച് ഇനിയുള്ള ആയുസ് മുഴുവൻ കർത്താവിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുക ചെയ്യണമെന്നുള്ള ആഗ്രഹമേ ഉള്ളൂ. നമുക്ക് ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാം. അവൻ്റെ അനുകൂലമായ കരം നമ്മളോട് കൂടെ ഇരിക്കും, നമ്മളെ മുമ്പോട്ട് നയിക്കും. കർത്താവ് ഈ വചനങ്ങളാൽ എല്ലാവരെയും സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ വചനം ഈ ദേശത്തും പറക്കട്ടെ. അനേകർ കർത്താവിങ്കിലേക്ക് വരട്ടെ. പ്രൈസ് ഗോഡ്. ആമേൻ. കർത്താവ് സഹായിക്കും.